നമസ്കാരം, ആയോചരിയിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉള്ളു കുറയുന്നതോ താരൻ വരുന്ന പ്രശ്നങ്ങളോ ഒക്കെ തന്നെ നമുക്ക് എല്ലാവരും അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ പ്രശ്നങ്ങൾ മുടി പൊട്ടിപ്പോകുന്നതും കൊഴിയുന്നതും ഒക്കെ കാണാറുണ്ട്. ഒന്നുകിൽ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് പരിചയപ്പെടുന്നത്. എസ്പെഷ്യലി മുടി പൊട്ടിപ്പോകുന്നു, ഡ്രൈ ആവുന്നു എന്നുള്ള കാരണങ്ങളൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കാണ്. അപ്പം ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എങ്കിലും നമുക്ക് വളരെ വിശ്വാസത്തോടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. മുടി നല്ല സിൽക്കി ആയിട്ടൊക്കെ കിടക്കാനും മുടിയുടെ ടെക്സ്ചർ തന്നെ മാറ്റം വരുന്ന രീതിയിൽ നാച്ചുറൽ ഓയിൽസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളതും നമ്മുടെ ഹെയർ നല്ല ബലത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയി ആ ഭാഗങ്ങളിൽ വളരെ ആൺകുട്ടികൾക്കാണെങ്കിലും അത് കഷണ്ടി പോലെ വരികയോ സ്ത്രീകൾക്കാണെങ്കിലും നെറ്റി കയറി വരുന്ന ഒരു പ്രശ്നമൊക്കെ തന്നെ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തെല്ലാം ചേരുവകളാണ് ചേർക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. നല്ലൊരു സ്കാൽപ്പ് മോയ്സ്ചറൈസറായിട്ടും അല്ലെങ്കിൽ കണ്ടീഷണറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അവക്കാഡോ ആണ് ഇന്നത്തെ ഹീറോ. അപ്പോൾ ഞാനിവിടെ 2 അവക്കാഡോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി പോർഷൻ മതിയായിരിക്കും, മുഴുവനായിട്ട് ആവശ്യമില്ല. ഇനി എടുത്താലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് 2 എടുത്തു എന്നേ ഉള്ളൂ. എപ്പോഴും തന്നെ മുഴുവൻ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കളയുന്നതിന് പകരം അത് ബാക്കി പോർഷൻ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ ഒരു അവക്കാഡോ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ഹെയറിന് കൊടുക്കാം. ഉള്ളിലേക്ക് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത് ഹെയർ പാക്ക് തന്നെ വളരെ ബട്ടറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കയ്യിലുള്ളതുകൊണ്ട് 2 എടുത്തു എന്ന് പറഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് ഒരു ഹാഫ് പോർഷൻ എടുത്ത് ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം പഴമായാലും നല്ല പഴുത്ത പഴം നോക്കി തൊലിയോടുകൂടി വേണമെങ്കിൽ എടുക്കാം. അതിന് കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് തേങ്ങ ചിരുവേത് ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുത്ത് അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് അടിഭാഗത്ത് വെള്ളവും മുകളിൽ ആ ഒരു ക്രീം പോർഷനും അടിഞ്ഞിട്ടുണ്ടാവും. ആ ക്രീം പോർഷനിൽ 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാനിതിവിടെ ഇപ്പോൾ സൂത്രപ്പണി ചെയ്തതാണ് തേങ്ങ ചിരുവേത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് അതിലേക്ക് ചേർത്തിട്ടുള്ളത് തൈരാണ്. അപ്പോൾ ഈ തൈരും തന്നെ മുടിക്ക് വളരെയധികം ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയേറെ ഗുണകരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തതെല്ലാം തന്നെ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് ഉണ്ടോ ഈ ഒരു രൂപത്തിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പാക്കാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. തേങ്ങാപ്പാലൂടെ ചേർക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം ഇത് നിങ്ങളുടെ മുടിയുടെ തിക്നെസ്സിനും നീളത്തിനും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. എടുക്കുന്ന പഴത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. അവക്കാഡോ ഞാൻ പറഞ്ഞ പോലെ ഒരു കുറഞ്ഞ എമൗണ്ടിൽ എടുത്താൽ കൂടുതൽ എടുത്തു എന്ന് വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പം ബയോട്ടിൻ പൗഡറും ഒക്കെ നമ്മൾ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം ഗുണകരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും ബയോട്ടിൻ ടാബ്ലറ്റുകൾ ഉള്ളിലേക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ പാക്കും. അപ്പോൾ നിങ്ങൾക്ക് പുറമേ അപ്ലൈ ചെയ്യാൻ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ളത് ഏത് പാക്കാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ്. ഇതിലെ നാച്ചുറൽ ഓയിൽസ് ഒക്കെ തന്നെ നല്ലൊരു തിളക്കം കൊടുക്കാൻ മുടിക്ക് സഹായിക്കും. ആ ഒരു കേടുപാട് വന്ന മുടികളൊക്കെ തന്നെ
മാറ്റി നല്ല ഇഴകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ്. അതിന് കൂടെ ഈ ഒരു ബി കോംപ്ലക്സ് വൈറ്റമിനും കൂടെ നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹെയർ കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും. പൊട്ടാസ്യം മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഹെയർ നല്ല സ്മൂത്തും ഷൈനിയും ഒക്കെ ആവാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും സഹായിക്കുന്നു എന്നുള്ളത് ചില പഠനങ്ങളിൽ വരെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും ഗുണകരമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും പുറമേയൊക്കെ താമസിക്കുന്നവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാട്ടിൽ നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. പലപ്പോഴും തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോയി ഒരു പ്രോട്ടീൻ മാസ്കൊക്കെ ഹെയറിൽ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ക്യാഷ് കളഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു അവക്കാഡോ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു പകുതി പീസേ നമുക്ക് ആവശ്യമുള്ളൂ. ഹെയറിനനുസരിച്ച് മാത്രം അതിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അല്ലെങ്കിലും നിങ്ങൾക്ക് അതിന് പകരമായിട്ട് പഴം ചേർത്തിട്ട് ഉപയോഗിക്കാം എന്ന് വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവരൊക്കെ തന്നെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്കും കൂടെ വിവരങ്ങൾ ഷെയർ ചെയ്തെടുക്കാനും കൂടെ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.